ഹേയ്, ടൈറ്റിലും തമ്മിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചിട്ടാണെന്ന്. അപ്പോൾ നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് ഫോട്ടോഷോപ്പ് അടിച്ചാലോ? സമയം കളയാനില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ആൻഡ് ഈ കാണുന്ന ഫയൽസിനെല്ലാം റീസെൻറ്റ് ഫയൽസ് എന്നാണ് പറയുക. അതായത് നമ്മൾ റീസെൻ്റ്ലി വർക്ക് ചെയ്ത ഫയൽസാണ് ഇതെല്ലാം. എങ്ങനെയാണ് നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു വർക്ക് ഫയൽ ഓപ്പൺ ചെയ്യുന്നത് എന്ന് നോക്കിയാലോ? ഈ മേലെ കാണുന്ന ഫോട്ടോഷോപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് സ്പേസ് ഓപ്പൺ ആയിക്കാണ്ട് വരും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിലൊന്നും മനസ്സിലാവണമെന്നില്ല. ബട്ട് നോ വെറീസ്, നമുക്ക് ഓരോന്നോരോന്നായിക്കൊണ്ട് പഠിച്ചു വരാം. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വെറും 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഫോട്ടോഷോപ്പ് പഠിക്കാനായിട്ട്. അതായത് ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ എന്തൊക്കെയാണെന്ന് ഉണ്ടാവുക? 1 ബ്രഷ്, പെൻസിൽ, എറേസർ. 2 കളേഴ്സൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കളർ പാലറ്റ്. 3 ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർട്ട് ബോർഡ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യാൻവാസ്. അതുപോലെ തന്നെയാണ് ഫോട്ടോഷോപ്പിലും. ഇവിടെ നമുക്ക് ടൂൾസാണ് അതിന് പകരമായിക്കാണ്ട് യൂസ് ചെയ്യുക. ബ്രഷ് ടൂൾ കൊണ്ട് നമുക്ക് വരക്കാം, സെലക്ഷൻ ടൂൾ കൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം, പിന്നെ മൂവിങ് ടൂൾ വെച്ചുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാം. പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു ലെയേഴ്സിൻ്റെ മുകളിലോട്ടും അതിൻ്റെ താഴോട്ടൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെയേഴ്സിന് യൂസ് ചെയ്യുന്നത്. കളർ പാനൽ യൂസ് ചെയ്ത് ഏത് കളേഴ്സും നമുക്ക് ചൂസ് ചെയ്ത് വരക്കാം. ആൻഡ് ലാസ്റ്റ്ലി ആൻ ആർട്ടിസ്റ്റ്, ഇതാണ് നമ്മുടെ ക്യാൻവാസ്. ഈ ക്യാൻവാസിലാണ് നമ്മുടെ ആർട്ട് വർക്ക് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസും പാനൽസും ഒക്കെ ഓരോരോ സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ബൈ മിസ്റ്റേക്കൻ നമ്മളത് മൂവ് ചെയ്യുകയോ ഓർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ സ്കാറ്റേർഡ് ആയിക്കാണ്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിലോ, ഡോണ്ട് വെറീസ്, സിംപ്ലി ഗോ ടു ദ വിൻഡോസ് മെനു, ക്ലിക്ക് ഓൺ വർക്ക് സ്പേസ്. അവിടെ റീസെറ്റ് എസെൻഷ്യൽ എന്ന് പറഞ്ഞാണ്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുക്കുമ്പോൾ അത് പഴയ പോലെ തന്നെ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ വരുന്നതാണ്. ആൻഡ് ഈ മേലെ കാണുന്ന ബാറാണ് മെനു ബാർ. നിങ്ങൾ ഒരു പുതിയ ഫയലോ ഓർ ക്യാൻവാസോ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽസിൽ പോവുക, ദെൻ ക്ലിക്ക് ഓൺ ന്യൂ. Ctrl+N അടിച്ചാലും ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കണ്ട് വരും. ഇവിടെ നമുക്ക് കാണാം ഒരുപാട് പ്രിസെറ്റ്സ് എടുക്കുന്നത്. ഇവിടെ കാണുന്ന പ്രിസെറ്റ്സ് എല്ലാം നമ്മൾ റീസെൻ്റ്ലി യൂസ് ചെയ്ത ക്യാൻവാസ് സൈസിൻ്റെ പ്രിസെറ്റ്സുകളാണ്. ആൾസോ ദെയർ ഫോട്ടോ പ്രിസെറ്റ്സ്, പ്രിൻ്റ്, അതുപോലെ തന്നെ ആർട്ട് ആൻഡ് ഇല്ലുസ്ട്രേഷൻ, വെബ്, മൊബൈൽ, ഇതൊക്കെ ഓരോരോ ക്യാൻവാസ് പ്രിസെറ്റ്സുകളാണ് ഇതിലുള്ള. ഇവിടെയാണ് ഫയൽസിൻ്റെ നെയിം ആഡ് ചെയ്യുക. ആൻഡ് ഇവിടെയാണ് സൈസിൻ്റെ യൂണിറ്റ് കൊടുക്കേണ്ടത്. അത് നമുക്ക് പിക്സലാണ് കൊടുക്കേണ്ടത്. ആൻഡ് വിഡ്ത്ത് ഒരു 2000ഉം ഹൈറ്റ് ഒരു 1500ഉം കൊടുത്തതിൻ്റെ ശേഷം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടാകും. ടൂൾസ് ബാറിൽ ബ്രഷ് ടൂൾ യൂസ് ചെയ്ത് വരച്ചാൽ ഇത് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് നോക്കിയാലോ? ഫയൽ ക്ലിക്ക് ചെയ്ത് അവിടെ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫയലിൻ്റെ നെയിം കൊടുക്കുക. ഇത് ഏത് ഫോർമാറ്റിലാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാനാണ് ഇത്. ഫോട്ടോഷോപ്പ് PST ഫോർമാറ്റിലാണെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ സേവ് ചെയ്ത ഫയൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കിയാലോ? ഫയൽസിൽ ഓപ്പൺ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ദെൻ ക്ലിക്ക് ദിസ് ഫോട്ടോഷോപ്പ് വർക്ക് ഫയൽ, ഓർ യു ക്യാൻ ഗോ ടു ദ ഫയൽ മാനേജർ. എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ളത് അവിടുന്ന് ഡബിൾ ക്ലിക്ക് അടിച്ചുകൊണ്ടും ആ ഫയലും ഓപ്പൺ ആക്കാവുന്നതാണ്. നിലവിൽ ഇതൊരു ഫോട്ടോഷോപ്പ് വർക്ക് ഫയൽ ആയിട്ടാണ് കിടക്കുന്നത്. ആൻഡ് ഇതെങ്ങനെയാണ് നമുക്കൊരു JPG ഓർ PNG ഫോർമാറ്റിൽ സേവ് ചെയ്യാമെന്ന് നോക്കിയാലോ? ഫയൽസിലെ എക്സ്പോർട്ടിൽ പോയിട്ട് എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്യുക. ദെൻ അവിടെ നമുക്ക് ഏത് ഫോർമാറ്റിലാണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് എന്നുള്ള പോർഷൻ ക്ലിക്ക് ചെയ്ത് എവിടെയാണോ നിങ്ങൾ ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ സേവ് ആയി വരുന്നതാണ്. ദെൻ ഫോട്ടോസുകൾ എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് ഫോട്ടോ പിടിച്ച് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കണ്ട് ഫോട്ടോഷോപ്പിൽ കൊടുത്തിടാം. ആൻഡ് ഇതിൻ്റെ ഇവിടെ പിടിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. ജസ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടാണ് വലിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രെച്ച് ആയിക്കാണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ അതൊന്നും ചെയ്യാണ്ട് നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ച് സ്റ്റിക്ക് ഓൺ ആയിക്കാണ്ട് നിർത്താം. ഓൺ ദി ലെഫ്റ്റ് നമുക്ക് ടൂൾ ബാർ കാണാം. അവിടെ ഒരുപാട് ടൂൾസുകളും നമുക്ക് കാണാം. എന്തൊക്കെയാണ് അതിൻ്റെ എല്ലാം ഫങ്ഷൻസ് ആൻഡ് യൂസ് കേസുകളെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മൂവ് ടൂൾ. ഈ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ലെയേഴ്സിനെ എവിടേക്കും നമുക്ക് മൂവ് ചെയ്ത് മാറ്റാം. ഇതാണ് സെലക്ഷൻ ടൂൾ. ഇതൊരു പിക്ചറിൻ്റെ എവിടെയും നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ഭാഗത്തിൻ്റെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് Ctrl+J ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കാവുന്നതാണ്. ആൻഡ് ഡീസെലക്ഷന് വേണ്ടിയിട്ട് Ctrl+D അടിച്ചാൽ അത് സെലക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാകും. ഈ ലെയേഴ്സിൽ കാണേണ്ട ഈ ചെറിയ ഐക്കൺ യൂസ് ചെയ്ത് നമുക്ക് ലെയേഴ്സിനെ ഹൈഡ് ചെയ്യാനും പറ്റും. ഇതാണ് ലാസോ ടൂൾ. ഇതും ഒരു സെലക്ഷൻ ടൂളാണ്. ഇത് ഫ്രീലി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ. ഇത് വളരെ യൂസ്ഫുൾ ആയിക്കൊണ്ടുള്ള ഒരു ടൂളാണ്.
ഒബ്ജക്റ്റിനൊക്കെ നമുക്ക് മാസ്ക് ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പ്ലസ് ബ്രഷ് യൂസ് ചെയ്താണ് സെലക്ഷൻ ആഡ് ചെയ്യാനും മൈനസ് ബ്രഷ് യൂസ് ചെയ്താണ് സെലക്ഷൻ കുറക്കാനും പറ്റും. ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ വെച്ചതിന് ശേഷം ജസ്റ്റ് മൗസിൽ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി ആ ഒബ്ജക്റ്റിന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ആ ഒബ്ജക്റ്റിൻ്റെ പുറത്തേക്ക് നമ്മളെ സെലക്ഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട മൈനസ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് മൗസിൽ ലെഫ്റ്റ് ബട്ടൺ ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയാണോ സെലക്ഷൻ വേണ്ടാത്തത് അവിടെ ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ ആ സെലക്ഷൻ പോവുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യുമെന്ന് നോക്കാം. ജസ്റ്റ് ഇവിടെ കണ്ട മാസ്ക് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിക്കാണ്ട് കിട്ടും. നമ്മൾ സെലക്ഷൻ ചെയ്ത ഭാഗം മാത്രമേ കണ്ട് കിട്ടും. അടുത്തതാണ് ക്രോപ്പ് ടൂൾ. എങ്ങനെയാണ് നമുക്കൊരു ഇമേജിൻ്റെ സൈസ് ഓർ പൊസിഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട രൂപത്തിൽ അത് ക്രോപ്പ് ചെയ്ത് കണ്ട് കിട്ടും. ദെൻ സ്പോട്ട് ഹീലിംഗ് ടൂളാണ്. നിങ്ങളുടെ ഫേസിൽ ചെറിയ സ്പോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആക്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രാപ്പ് ഓർ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് മാജിക്കലി അത് പോകുന്നതാണ്. അടുത്തതാണ് ബ്രഷ് ടൂൾ. എന്താണ് അതിൻ്റെ യൂസ് കേസ് എന്ന് നമുക്കൊക്കെ അറിയാം. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ്, ഹാർഡ്നെസ്, സോഫ്റ്റ്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പുതിയ ലെയർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ Ctrl+Shift+N അടിച്ചാലും പുതിയ ലെയർ ഓപ്പൺ ചെയ്താണ്ട് വരും. അത് നമുക്ക് ലെയർ പാനലിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ബ്രഷ് ടൂൾ യൂസ് ചെയ്താണ്ട് നമുക്ക് വരക്കാം. ആൻഡ് അതിൻ്റെ കളർ ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നുകൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് എറേസർ ടൂളാണ്. പേര് പോലെ തന്നെ ഇമേജിൻ്റെ നമുക്ക് വേണ്ടാത്ത പോർഷൻസൊക്കെ എറേസ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ട് ഡ്രാഗ് ചെയ്താൽ മതി. അടുത്തത് ഗ്രേഡിയൻ ടൂളാണ്. അത് നമുക്ക് ഗ്രേഡിയൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് പ്രിസെറ്റ്സും കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഏതാണോ നമുക്ക് വേണ്ടത് ജസ്റ്റ് അതിൻ്റെ മേലെ പോയി കണ്ട് ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അടുത്തതാണ് ടെക്സ്റ്റ് ടൂൾ. നമ്മൾ ഡിസൈനിൽ ടെക്സ്റ്റ് ആഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എവിടെയാണോ നമുക്ക് ടെക്സ്റ്റ് ആവശ്യമുള്ളത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ആക്കാവുന്നതേ ഉള്ളൂ. ദെൻ മൂവ് ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+T അടിച്ചാൽ അതിനെ വലുതാക്കാനും ചെറുതാക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. നമുക്ക് വേണ്ട അനുസരിച്ച് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. അടുത്ത ടൂളാണ് ഷേപ്പ് ടൂൾ. അതിൽ കുറച്ച് ഓപ്ഷൻസും നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് ഫില്ല് യൂസ് ചെയ്തുകൊണ്ട് കളർ ചൂസ് ചെയ്യുക. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ ബ്ലെൻഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു സൺ ഓവർലെ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ നമ്മളെ ഇമേജിൽ ബ്ലെൻഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്കത് വേണ്ടതുപോലെ പൊസിഷൻ ചെയ്തതിൻ്റെ ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസും മോഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതാണോ അതിന് ആപ്റ്റ് ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. ആൻഡ് ഇവിടെ നമുക്ക് ആപ്റ്റ് ആയിക്കാണ്ടുള്ള മോഡ് എന്ന് പറയുന്നത് സ്ക്രീൻ മോഡാണ്. അത് സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ ഇമേജിന് അത് സ്യൂട്ട് ആയിക്കൊണ്ട് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു പാനലുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് ബ്രൈറ്റ്നസ്, സാച്ചുറേഷൻ, അതുപോലെ തന്നെ ലെവൽസൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഹ്യൂ സെലക്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എങ്ങനെയാണോ നമുക്ക് കളേഴ്സ് വേണ്ടത് നമ്മളെ ഇമേജിന് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലായിടത്തും ആ കളർ മാറിയിട്ടുണ്ടാവും. നമുക്ക് ഒരു ഇമേജിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ മാത്രമായി കണ്ട് ആ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന് മാത്രമായിട്ട് നമുക്കത് ക്ലിപ്പിംഗ് മാസ്ക് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമുക്കൊരു ഇമേജിന് ബ്ലർ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഏത് ലെയറിനാണോ നമുക്ക് ബ്ലർ ആഡ് ചെയ്യേണ്ടത് ആ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിൽറ്ററിൽ പോയിക്കാണ്ട് ബ്ലറിൽ ഗോഷൻ ബ്ലർ എന്നുള്ള ഓപ്ഷന് സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇനി എങ്ങനെയാണ് ഇമേജിന് കളർ ഗ്രേഡ് ചെയ്യാമെന്ന് നോക്കാം. ഫിൽറ്ററിൽ പോയിക്കാണ്ട് ക്യാമറ റോ ഫിൽറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ദെൻ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ പറ്റും. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, കോൺട്രാസ്റ്റ്, കളർ, എഫക്റ്റ്, ഷാർപ്പനിങ്, അതുപോലെ തന്നെ നോയ്സ് റെഡ്യൂസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കളർ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കംപ്ലീറ്റ് എഡിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എഡിറ്റൊക്കെ ആ ഇമേജിൽ അപ്ലൈ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഇനി നമുക്ക് ടെക്സ്റ്റിന് എങ്ങനെയാണ് ഷാഡോ കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ടെക്സ്റ്റിൻ്റെ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ബ്ലെൻഡിങ് മോഡ് വിൻഡോ ഓപ്പൺ ആയിക്കണ്ട് വന്നിട്ടുണ്ടാകും. അവിടെ നമുക്ക് സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിന് ഗ്രേഡിയൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. കളർ ഓവർലേ, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആൻഡ് നമ്മളിവിടെ ഷാഡോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ഷാഡോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്തതിൻ്റെ ശേഷം ജസ്റ്റ് ഓക്കെ അടിച്ച് അപ്ലൈ ആക്കുക. ആൻഡ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.